തൊപ്പി പറഞ്ഞല്ലോ, തൊപ്പിയാണെങ്കിൽ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന്. പക്ഷെ എനിക്ക് മനസ്സിലായത് ഒരു 9ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയൊന്നുമല്ല തൊപ്പിക്കുള്ളത്. കാരണം തൊപ്പി ഇപ്പൊ 2 സെന്റൻസ് പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരു 5-10 ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ടാവും. പിന്നെ തൊപ്പിയുടെ ഇപ്പൊ ഒരു എന്താ പറയാ ലോകവിവരമാണെങ്കിലും സ്കൂളുമായിട്ട് അതിന് ബന്ധമില്ല സത്യം പറഞ്ഞ. അത് മീൻസ് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. പക്ഷെ എനിക്ക് SSLC ആവശ്യമായിരുന്നു, പാസ്പോർട്ട് കാര്യങ്ങൾക്കെല്ലാം എന്തായാലും SSLC ആവശ്യമാണ്. എന്തെങ്കിലും മുന്നോട്ട് പോകാൻ SSLC ആവശ്യമാണ്. അപ്പം 9ാം ക്ലാസ്സിൽ നിന്ന് നിർത്തി ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ മാത്രം പോയിരുന്നു. അങ്ങനെ എനിക്ക് SSLC ഉണ്ട് കേട്ടോ, SSLC ബുക്ക് ഇതുണ്ട്. അങ്ങനെ ഡയറക്റ്റ് 9 കഴിഞ്ഞ് 10 പഠിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. ഞാൻ വേറെ പോയി എഴുതിയെടുത്തു. 10ാം ക്ലാസ് ഇല്ലാത്ത ആളെന്നല്ല. അപ്പോൾ എന്തായിരുന്നു ഓക്കെ, ഞാൻ ഈ സ്കൂളിൽ നിന്നൊന്നും കിട്ടുന്ന നോളേജ് എനിക്കറിയില്ല. സ്കൂളിൽ നിന്നൊന്നും നമ്മളൊന്നും പഠിച്ചിട്ടില്ല. കാര്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചത് മൊത്തം ഓൺലൈനിൽ കൂടിയാണ്. കാരണം ഞാൻ ഈ പറഞ്ഞല്ലോ, ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. അപ്പം ആ സമയത്ത് ഈ ഗെയിംസിലൂടെ ആയാലും അല്ലെങ്കിൽ ഓൺലൈൻ വേൾഡിലൂടെ ആയാലും ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഇപ്പം ഗൂഗിൾ ചെയ്യുന്നു, മറ്റേ ക്വോറ, മറ്റേ ഇങ്ങനെ കുറേ കമ്മ്യൂണിറ്റികളുണ്ടല്ലോ. അത് വേറൊരു ഇതുണ്ടല്ലോ, റെഡിറ്റ് മറ്റേ ഇങ്ങനെ കുറേ കമ്മ്യൂണിറ്റികളുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് കുറേ ഇൻഫോ കിട്ടും. ഇത് കുറേ കൊല്ലം ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഞാനിങ്ങനെ ഈ ഓൺലൈൻ വേൾഡിലാണല്ലോ. പിന്നെ പറഞ്ഞാൽ ഗെയിമിൽ നമുക്ക് പല ഭാഷക്കാരെ ഫ്രണ്ട്സിനെ കിട്ടും, ഹിന്ദിക്കാരെ കിട്ടും, ഇംഗ്ലീഷുകാരെ കിട്ടും, പല ഭാഷയിലുള്ള ഫ്രണ്ട്സിനെ കിട്ടും. ഈ റിയൽ ലൈഫിൽ പോലെയല്ല, ഗെയിമിൽ എല്ലാം മിക്സ് ആയിരിക്കും. പിന്നെ കുറേ ആൾക്കാർ അങ്ങനെ തന്നെ. എനിക്ക് തോന്നുന്നു 99% ഇങ്ങനെ നമുക്ക് ഇൻഫോ കിട്ടുന്നത് ഇതിൽ നിന്ന് തന്നെയാണ്. എനിക്ക് കൂടുതലും ഗെയിമിലും ഓൺലൈനിലും ഇങ്ങനെ ഈ കമ്മ്യൂണിറ്റികൾ, ഡിസ്കോഡ് അറിയാമോ? ഡിസ്കോഡിൽ കമ്മ്യൂണിറ്റികൾ ഉണ്ടാവും. അപ്പം പല ടൈപ്പ് ആൾക്കാർ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഈ അത്രയും പഠിച്ചിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അത്രയും ഇതായിട്ടുള്ള PhD ഇതിലുള്ള ആൾക്കാർ, ഒറ്റപ്പെട്ട ആൾക്കാരുണ്ടാവും. അവരെല്ലാം ഇപ്പം ഇതുപോലെ ഇങ്ങനെ ഓൺലൈൻ വേൾഡിൽ പെട്ട് കിടക്കുന്നുണ്ടാവും. ഒന്നിച്ച് ആരും ഇല്ലാത്തതുകൊണ്ട് ഇവർ ഇങ്ങനെ ഡിസ്കോഡിലും ഗെയിമിലും എല്ലാം ആയിട്ട് പെട്ട് കിടക്കുന്നുണ്ടാവും. അപ്പം നമ്മളെപ്പോലത്തെ ഒന്നും അറിയാത്ത ആൾക്കാർ ഇവരായിട്ട് കണക്റ്റ് ആവും അല്ലേ? ഇങ്ങനെ ഓൺലൈനിൽ കൂടി ഇവരായിട്ട് കണക്റ്റ് ആവും, ഇവരായിട്ട് ഇതാവും. അങ്ങനെയാണ് കൂടുതൽ ഇൻഫോ എല്ലാത്തിനെ കുറിച്ചും ഇൻഫോ കിട്ടുന്നത്. അങ്ങനെയാണ് ഈ സ്കൂളിൽ നിന്നൊന്നും കിട്ടുന്ന അല്ലെങ്കിൽ കോളേജിൽ നിന്നും കിട്ടുന്ന എനിക്കറിയില്ല കേട്ടോ. ഞാൻ കോളേജിൽ പോയിട്ടില്ല, എനിക്കറിയില്ല കോളേജിലെല്ലാം കിട്ടുന്ന ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ കൂടുതലും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ. അപ്പം എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാത്തതിൽ അല്ലെങ്കിൽ കോളേജിൽ പോവാത്തതൊക്കെ ഓർത്തിട്ട് എപ്പോഴെങ്കിലും എനിക്ക് ഒരിക്കലും തോന്നാത്ത ഒരേ ഒരു കാര്യം അതാ, പഠിക്കാത്തതിൽ എനിക്ക് ഒരിക്കലും റിഗ്രറ്റ് അടിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും റിഗ്രറ്റ് അടിച്ചിട്ടില്ല. കാരണം ഒരു ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് ഞാൻ ജീവിച്ച ഒരാളാണ് ഞാനെങ്കിൽ ഇതെല്ലാം ആലോചിച്ച് ഞാനിപ്പോൾ റിഗ്രറ്റ് അടിക്കണം. പക്ഷെ ഞാൻ അതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. നമ്മളെന്തിനാ പഠിക്കുന്നത്? പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ വഴി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു പഠിക്കണം? അല്ലെങ്കിൽ പഠിക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം, നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുത്താൽ പോരെ. ഇപ്പോൾ സ്കൂളിലും കോളേജിലും പോയിട്ട് പഠിച്ചിട്ട് ഇവരൊരു 1000 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, അതിലൊരു 6 കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളെങ്കിൽ ആ 6 കാര്യം മാത്രം നമ്മൾ ഓൺലൈനിൽ നോക്കി പഠിച്ചാൽ പോരെ. അതല്ല അതിൻ്റെ ഒരു ഇത്. പിന്നെ കുറേ സ്പേസ് എന്തിനാ അതിന് വേണ്ടി കളയണം? ആ സ്പേസ് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാമല്ലോ, ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാമല്ലോ. തൊപ്പി മറ്റേ സൈൻ തീറ്റയും കോസ് തീറ്റയും ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട് എന്തിനാ ഈ സാധനമൊക്കെ പഠിച്ചത്. ഞാൻ ഒരു കാര്യം പറ്റേ, ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഇതൊന്നും എന്താന്ന് പോലും എനിക്കറിയില്ല. ഇതിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് വന്നത്. മീൻസ് എൻ്റെ മേഖല അതല്ല, അതുകൊണ്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. സൈൻ തീറ്റയും കോസ് തീറ്റയും എനിക്ക് വന്നു +1 തൊട്ടാന്ന് തോന്നുന്നല്ലേ പഠിപ്പിക്കുന്നത്? അല്ലേ, 10ലുണ്ടോ അതൊക്കെ? ഞാൻ CBSE ആയിരുന്നു. അപ്പൊ എനിക്ക് 8ാം ക്ലാസ്സിൽ 9 എന്തോ ഉണ്ടായിരുന്നു. ആ പക്ഷെ ഇപ്പോഴും ഇത്രയും എൻ്റെ ഒരു 24 വർഷത്തെ ജീവിതത്തിൽ എനിക്ക് ഇപ്പോഴും അറിയില്ല എന്തിനാ ഞാൻ ആ സാധനം പഠിച്ചത്. അതൊക്കെ നമുക്ക് ആ സമയത്തൊക്കെ ടീച്ചർമാരൊക്കെ കുത്തിപ്പിടിച്ചിരുന്ന് പഠിപ്പിക്കുന്ന സാധനമായിരുന്നു. അല്ല, വേറൊരു കാര്യമുണ്ട്. ചിലപ്പം മെഹർ ഈ ഇന്റർവ്യൂ ഫീൽഡിലല്ല എത്തിയത്, വേറെ എന്തെങ്കിലും പഠിച്ച് ഒരു എഞ്ചിനീയർ ആവാനോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിനാണ് മെഹർ മുന്നോട്ട് അങ്ങനെ പോയിരുന്നെങ്കിൽ ഇതിനെ കൊണ്ടെല്ലാം ആവശ്യം ഉണ്ടായിരുന്നേക്കാം. പക്ഷെ പഠിക്കുമ്പോ ആവശ്യം വരുമായിരിക്കും, പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഇത് ആവശ്യം അല്ല, അത് ആവശ്യമുള്ള ജോലികൾ ഉണ്ടാവുമല്ലോ, വെറുതെ പഠിപ്പിക്കൂലല്ലോ. ഉണ്ടാവും. നമ്മളെ മേഖല അതല്ലാത്തോണ്ട് നമ്മള് ചിന്തിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. ലൈഫിൽ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഓക്കെ. എപ്പോഴെങ്കിലും ഈ യൂട്യൂബും സ്ട്രീമിംഗ് ഒക്കെ എപ്പോഴെങ്കിലും ഒന്ന് ലൈക്ക് ഇല്ലാണ്ടായി പോയാൽ എന്ത് ചെയ്യുന്നു ചിന്തിച്ചിട്ടുണ്ടോ?
ലൈക്ക് വേറെ എന്ത് ചെയ്യും ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. കാരണം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും ലൈക്ക് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ പെട്ടെന്ന് ഇപ്പം ടിക്ടോക്ക് ഒക്കെ പെട്ടെന്ന് ബാനായി പോയതാണല്ലോ. അതുപോലെ എപ്പോഴെങ്കിലും ഇതൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യാൻ. എന്തായാലും ഞാൻ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ജോലിക്ക് ഞാൻ എന്തായാലും പോവില്ല. പോയില്ല. ബിസിനസ് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനേ ഞാൻ നോക്കും. കാരണം ലോകത്തുള്ള എല്ലാ ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ അത്രയും ജോലികൾ ചെയ്ത് ഏറ്റവും താഴെയുള്ള ലെവലിലും ഞാൻ ജീവിച്ചിട്ടുണ്ട്, ഏറ്റവും മുകളിലുള്ള ലെവലിലും ഞാൻ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുക ഇത് തന്നെയാണ്. കാരണം ജോലി ചെയ്തിട്ട് നമ്മളെ സമാധാനത്തിൻ്റെ പോട്ടെ, അല്ല ഫൈനാൻഷ്യലി പോട്ടെ, നമുക്ക് എന്ത് സമാധാനം അതിൽ നിന്ന് കിട്ടാൻ എനിക്ക് മനസ്സിലാകുന്നില്ല. ആ സമയത്ത് എന്നെല്ലാം പറഞ്ഞാൽ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അത്രയും എന്താ പറയുക, അതൊന്നും ഞാൻ ഒരിക്കലും ആ ഒരു ഇതിലേക്ക് ഞാൻ തിരിച്ചു പോലെ. ഇനിയിപ്പോൾ ഇതെല്ലാം ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാലും ഞാൻ എന്തെങ്കിലും ഇപ്പം ഇതുവരെ കിട്ടിയ അറിവുകൾ വെച്ചിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ആയിട്ടല്ലേ ഞാൻ മുന്നോട്ട് പോകും. എന്നാലും ജോലി ചെയ്തിട്ട് ആരും പൈസക്കാരനായിട്ടില്ല, ആവില്ല. അത് ഞാൻ ഉറപ്പ് തരാം. ജോലി ചെയ്താൽ ആരും പൈസക്കാരനാവില്ല, അത് ഉറപ്പാണ്. ഓക്കെ. അപ്പം തുപ്പിക്ക് ഇപ്പം എത്ര വയസ്സായി? എനിക്ക് 26. ഈ 26 വയസ്സിൽ ഒരുപാട് ലൈക്ക് ലൈഫിൽ ഒരുപാട് ഉയർച്ചകളും വീഴ്ചകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഏറ്റവും കൂടുതൽ തുപ്പി ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ ഒരു ഫേസിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കുറച്ച് കാലം ലൈക്ക് ഈ ഒരു ടൈം ആണെങ്കിൽ ഒരിക്കലും ലൈഫിൽ തീരല്ലേ എന്ന് ആഗ്രഹിച്ചിട്ടുള്ള സമയമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ദിവസം തീരാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ച ദിവസം ഉണ്ടാവല്ലോ, അങ്ങനത്തെ ഒരു ദിവസം ഏതായിരിക്കും? അങ്ങനത്തെ ദിവസം ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഉണ്ട്, പക്ഷെ അങ്ങനത്തെ ദിവസം നമ്മൾ ഒരിക്കലും മറക്കില്ല. അതാ ഫസ്റ്റ് ലവിൻ്റെ സമയത്ത്, ആ ടൈം തന്നെയായിരുന്നു ലൈഫ് അങ്ങനെ തീരരുതെന്ന് ചിന്തിച്ച ടൈം. ആദ്യമായിട്ട് ഇതെന്താന്ന് അറിഞ്ഞ സമയം. ഈ പ്രണയം എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ, അത്രയും കാലം ഉള്ളിലിരുന്ന് തീർന്നു, അങ്ങനെ തന്നെ തീരുമെന്ന് വിചാരിച്ച ഒരാളായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ ആ ഒരു ഇതൊന്ന് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെയെല്ലാം ലോകത്ത് സംഭവങ്ങളുണ്ട്, അയ്യോ അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് വന്നപ്പം ഒരിക്കലും ഈ ദിവസം തീരല്ലേ, അല്ലെങ്കിൽ ഈ ലൈഫ് ഒരിക്കലും തീരല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ലൈഫ് മുന്നോട്ടേക്ക് പോയപ്പോൾ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ ലൈക്ക് ഒറ്റപ്പെട്ട ഒരു ലൈഫിൽ പെട്ടെന്ന് ഒരാൾ വന്നു, ലൈക്ക് കുറേ നല്ല നല്ല മെമ്മറീസ് ഒക്കെ തന്നു, പെട്ടെന്ന് ആള് ലൈഫിൽ നിന്ന് പോയി. അപ്പോൾ ആ ഒരു ലൈക്ക് തുപ്പിയുടെ ആ ഒരു ലൈഫ് പിന്നെ എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ ബ്രേക്കപ്പ് എന്നെല്ലാം കംപ്ലീറ്റ്ലി റിക്കവർ, അങ്ങനത്തെ സാധനം എനിക്കില്ല, മനസ്സിലായി. എനിക്കിപ്പം അങ്ങനത്തെ വിഷമങ്ങളോ ഇതോ അങ്ങനത്തെ ഡിപ്രഷൻ അങ്ങനത്തെ സാധനങ്ങളില്ല. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ വലിയ വലിയ കാര്യങ്ങളിൽ ഡിപ്രഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതാണ്, മനസ്സിലാവും. അപ്പം ഏരിയ അങ്ങോട്ട് എന്ത് വലിയ ഇത് വന്നാലും എനിക്ക് പ്രശ്നമല്ല, മനസ്സിലാവും. ഓൾമോസ്റ്റ് എല്ലാ ഇടങ്ങാറുകളും കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം എനിക്കങ്ങനെ അതിന് മാത്രം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇനി ഒരിക്കലും അത്ര വലിയ ഹാർട്ട് ബ്രേക്സ് എനിക്ക് വന്നാലും എനിക്ക് ഒരിക്കലും അത് എന്നെ ബാധിക്കൂല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം കുറേ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. അപ്പം തൊപ്പിനെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഗെയിമറാണ് സായി പോപ്പി. നിങ്ങൾ തമ്മിലുള്ള ബോണ്ടൊക്കെ എങ്ങനെയാണ്? സായി പോപ്പി മാത്രമല്ല, സായി പോപ്പിൻ്റെ കാര്യം പറയുമ്പം ഈഗിൾ ഗെയിമിങ്ങിൻ്റെ കാര്യം കൂടി പറയണം. ഇവർ സത്യം പറഞ്ഞാൽ ഇവരൊക്കെയാണ് പ്രോപ്പർ ഗെയിമേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ഗെയിമർ കം സ്ട്രീമർ കം എൻ്റർടൈനർ അങ്ങനെ എന്തെങ്കിലും എല്ലാം കാറ്റഗറി എന്നെ പിടിക്കാൻ പറ്റും. ഗെയിമർ, പ്രോപ്പർ ഗെയിമർ എന്ന് പറഞ്ഞാൽ സായി പോപ്പി, ഈഗിൾ ഗെയിമിങ്, ഇവരെന്നെല്ലാം പറഞ്ഞാൽ ഗെയിമിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗെയിം മാത്രം കളിച്ചിട്ട് ഇത്രയും റീച്ച് ഉണ്ടാക്കിയ ആൾക്കാരാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ പല കോമാളിത്തരങ്ങളും, പല ഡാൻസ് കളി, പാട്ടുപാടൽ, മറ്റേ പുറത്ത് പോക്ക്, IRL, അത് ഇത് അതിൻ്റെ ഇടയ്ക്ക് ഗെയിം കളിക്കും, അങ്ങനെയാണ്. ഇവരെന്ന് പറഞ്ഞാൽ ഗെയിം മാത്രം കളിച്ചിട്ട് സ്കില്ല് വെച്ച് ആൾക്കാരെ കൂട്ടിയ രണ്ട് ആൾക്കാരാണ് ഗെയിമേഴ്സ്. പിന്നെ വേറെ കുറേ ഗെയിമേഴ്സ് ഉണ്ട്, വളരെ കുറവാണല്ലേ ഗെയിമേഴ്സ്, വളരെ കുറവാണല്ലേ. ഞാനെപ്പോൾ ആലോചിക്കുന്നൊരു കാര്യം ഇതാണ്, മീൻസ് ഇപ്പോൾ ഒരു സിംഗറിനെക്കാളും അല്ലെങ്കിൽ ഒരു ആക്ടറിനെക്കാളും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ. ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും, എത്രയാണ് അൺലിമിറ്റഡാ. ഇത് എത്രത്തോളം നമുക്ക് ആൾക്കാരെ കൂട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രത്തോളം ടൈം, എത്രത്തോളം ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റവന്യൂ ഉണ്ടാക്കാം. വാച്ച് അവേഴ്സ് ഒന്നും മാറ്റർ അല്ല, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വാച്ച് അവേഴ്സ് മാറ്ററാണ്. അതെല്ലാം ഓരോ കോൺട്രാക്ട് പോലെയാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ ഇത്രയും സ്കോപ്പുള്ള ഒരു പരിപാടിക്ക്
എനിക്ക് തന്നെ ഇത് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തന്നെ തോന്നുന്നു ഇത് എന്തുകൊണ്ട് ഇതിൽ കോമ്പറ്റീഷൻ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഈ 2-3 ആൾക്കാരെ ഈ സ്ട്രീമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഗെയിമേഴ്സ് സ്ട്രീമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ 2-3 ആൾക്കാരേ ഉള്ളൂ. ഇപ്പം സിംഗിങ് എന്ന് പറഞ്ഞ മേഖലയാണെങ്കിൽ ഒരു 1000 ആൾക്കാർ നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. കുറേ ആൾക്കാരുണ്ട്, കാരണം അതിൽ സ്കോപ്പ് ഉള്ളതുകൊണ്ട് കുറേ ആൾക്കാർ കോമ്പറ്റീഷൻ ഉണ്ട്. പലർക്കും റീച്ച് ഉണ്ട്, പലർക്കും റീച്ച് ഇല്ല, അങ്ങനെയല്ലേ. ഇപ്പോൾ ആക്ടേഴ്സ് ആയാലും വേറെ ഏത് മേഖലയിലായാലും കുറേ ആൾക്കാരുണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഗെയിമേഴ്സ് അല്ലെങ്കിൽ സ്ട്രീമേഴ്സ് എന്ന് പറയുമ്പം ഈ ഇൻഫ്ലുവൻസേഴ്സിനെക്കാളും അല്ലെങ്കിൽ സിംഗേഴ്സിനെക്കാളും ആക്ടേഴ്സിനെക്കാളും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡായത്. എന്നിട്ടും എന്തുകൊണ്ട് ആൾക്കാർ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. സാധാരണ ഒരു കാര്യത്തിൽ ഒരു മേഖലയിൽ സ്കോപ്പ് കൂടുമ്പോൾ അതിൽ ആൾക്കാരും കൂടുമല്ലോ, അത് ചെയ്യുന്ന ആൾക്കാർ കൂടുമല്ലോ. അപ്പോൾ സ്ട്രീമേഴ്സ് ലിറ്ററലി 3-4-5 ആൾക്കാരാണ്. ഈ ഇപ്പം നീ തന്നെ ഇപ്പം എന്നോട് ചോദിച്ചാൽ സായി പോപ്പിൻ്റെ കാര്യം മാത്രമാണ്. സായി പോപ്പി പിന്നെ ഈഗിൾ ഗെയിമിങ് ഇങ്ങനെ 2-3 ആൾക്കാരേ ഉള്ളൂ. അപ്പം സായിപ്പിൻ്റെ എല്ലാം കാര്യം എന്ന് വെച്ചാൽ ഓക്കെ. വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് നിനക്ക് അറിയുന്ന ഗെയിമേഴ്സ് ആരൊക്കെയാണ്? തൊപ്പി, സായി പോപ്പി, ഈഗിൾ ഗെയിമിങ്, ഹിപ്സ്റ്ററിനെ പണ്ടറിയാം. ഹിപ്സ്റ്റർ പക്ഷെ ഇപ്പം ഇതായില്ലേ. അപ്പം ഞാൻ പറയട്ടെ, ഈ ഈഗിൾ, സായിപ്പ്, തൊപ്പി നമ്മൾ 3 ആൾക്കും കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്. ഇപ്പം കേരളത്തിൽ ഇപ്പം നിനക്ക് അറിയുന്ന 3 ഗെയിമേഴ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ 3 ആൾക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്താ അറിയോ? നമ്മളെല്ലാവരും സ്റ്റാർട്ട് ചെയ്തത് ഒരു സ്ഥലത്ത് നിന്നാണ്. MRG. ഇതിൽ നിന്നാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് എന്താ പറയാ, പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? സ്ക്വാഡ് അറിയില്ലേ? അല്ലല്ല, ഗെയിമിൽ സ്ക്വാഡ് ഉണ്ടാവും. 4 ആൾക്കാർന്ന് ഒരുമിച്ച് കളിക്കാൻ പറ്റും. 4 പേര്. അപ്പോൾ പണ്ട് എന്ന് വെച്ചാൽ ഞാൻ, അതായത് MRG തൊപ്പി, MRG ഈഗിള്, MRG സായിപ്പ്, പിന്നെ MRGയിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്. നമ്മളെല്ലാവരും ഒരു സ്ക്വാഡായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോഴൊന്നും നമ്മൾ ആരും വിചാരിക്കുന്നില്ല നമ്മൾ ഭാവിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ പോകുന്നത് ഈ ഇങ്ങനൊരു മൊബൈലിലൊരു ഗെയിം കളിച്ചിരിക്കുന്ന 3 പിള്ളേരാണ് നമ്മളൊരിക്കലും ഈ ഒരു ഇതിലേക്ക് വരുമെന്ന് നമ്മളൊരിക്കലും ചിന്തിക്കുന്നില്ല. പിന്നെ വെച്ചാൽ ഇപ്പം MRGയിൽ ബാക്കി നിൽക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. സായിപ്പ് ഇടയ്ക്ക് വെച്ച് MRGയിൽ നിന്ന് ഇറങ്ങി വേറെ ഇതിലേക്ക് പോയി, എനിക്ക് മറന്നുപോയി. ഈഗിൾ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി, ഈഗിൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടീമുണ്ട്, അതിലേക്ക് പോയി. അപ്പം MRGയിൽ ബാക്കി നിന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമേ ഇപ്പം MRGയിൽ ബാക്കിയുള്ളൂ. പിന്നെ തൊപ്പി എന്തുകൊണ്ടാണ് MRGയിൽ നിന്ന് ഇറങ്ങാത്തത്? ഞാൻ MRGയിൽ നിന്ന് ഇറങ്ങാത്തതെന്ന് വെച്ചാൽ എനിക്ക് ആരും ഇല്ലാത്തപ്പോൾ, അതായത് ഒന്നും ഇല്ലാത്തപ്പം എന്നെ എടുത്ത് വളർത്തിയ ഒരു ടീമായിട്ടാണ് ഞാൻ MRGനെ കാണുന്നത്. മനസ്സിലായി? അതെനിക്ക് എപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ഫസ്റ്റ് പ്ലേസ് ആയിട്ട് ഞാൻ MRGനെ കാണുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇനി അങ്ങോട്ടും എത്ര കാലം കഴിഞ്ഞാലും, എത്ര വർഷം കഴിഞ്ഞാലും MRGയിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇറങ്ങൂല. അത് ഉറപ്പായത്. ഇപ്പം എത്ര വലിയ ക്ലാൻ എന്നെ വിളിച്ചാലും, അല്ലെങ്കിൽ എത്ര വലിയ മീൻസ് ഞാൻ ഈ ഗെയിം കളിക്കാൻ മാത്രമായിട്ട് വേറെ പല ക്ലാനുകളുടെ ഒന്നിച്ചല്ല ഞാൻ കളിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ MRG എന്ന് പറഞ്ഞ സാധനം ഞാൻ ലെഫ്റ്റ് അടിക്കൂല ഒരിക്കലും. ഇത് ഫോർ എവർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ MRG ഫോർ എവർ എന്ന് പറയുന്നത് കേട്ടില്ലേ? കാരണം വെച്ചാൽ ഇത് നമുക്കൊരു ഇമോഷനാണ്. ഇത് നമ്മളെ സൈൻ ലാംഗ്വേജ്. തിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. W. അത് ഇങ്ങനെ ചെയ്യുമ്പോ W പോലില്ലേ, വിന്നേഴ്സ്, അങ്ങനെ. ഇതെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ വെച്ചേക്കണേണോ? പെട്ടെന്ന് ഇങ്ങനെ അല്ല, ഇത് ഇങ്ങനെ എപ്പം വേണമെങ്കിൽ ആക്കാം. എന്റെ കയ്യൊന്നും പെട്ടെന്ന് ആവില്ല. അത് നമ്മൾ ആക്കി ശീലിച്ചില്ലേ ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല്, ഒരു സെക്കൻഡ്, ഈ 3 മണിക്ക് തൊപ്പീനെ വിളിക്കുന്നത് ആര്? ഇത് തൊപ്പിയുടെ ന്യൂ ഗേൾ ഫ്രണ്ട് റിവീൽ. എന്റെ ഫ്രണ്ടാ. പക്ഷെ ഇതില് വരുന്നത്, വീഡിയോയിലോ ഇതിലോ വരുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരാളാ. ഗേളാണോ? അല്ലല്ല, ഒരു ആളാ, ഒരു ഡോണാ ആള്. അയാളൊരിക്കലും അല്ല, കട്ട് ചെയ്യണ്ടായിരുന്നില്ല, ഞാൻ പേര് പറയുന്നില്ലല്ലോ. അല്ല, പുള്ളി ഒരിക്കലും ക്യാമറയുടെ മുന്നിലോ പേര് വെളിപ്പെടുത്താനോ ആഗ്രഹിക്കാത്ത ആളാണ്. അപ്പം നമ്മളെന്താ പറഞ്ഞോണ്ടെന്നാ അപ്പൊ MRGനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ചരിത്രം ആണ് ഇങ്ങനെ ബാക്കി കിടക്കുന്നത്. നമ്മളെല്ലാം സ്റ്റാർട്ടിങ് സ്റ്റേജ്, അതായത് എത്രയോ വർഷം മുന്നേ തുടങ്ങിയതാണ്. അതായത് ഇപ്പോഴും പണ്ടത്തെ ഇതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും.
പണ്ട് നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന, അതായത് ആ ടൈമൊന്നും ഫേസ് ഒന്നുമില്ല, ആരും ഫേസ് ക്യാം ഒന്നും ഇല്ല. ഇപ്പോൾ ഈഗിളായാലും സായിപ്പായാലും ഞാനായാലും ആരും ഫേസ് ക്യാം ഒന്നും ഓണാക്കില്ല. നമ്മളെല്ലാം സൗണ്ട് മാത്രമേ കേൾക്കൂ. ചില ഇതിൽ കുറേ പണ്ടത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ സൗണ്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ ഗെയിം കളിക്കുന്ന ആ മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മളെ ഗെയിമിലെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതായത് നമ്മൾ ഈ റിയൽ ലൈഫിൽ എൻ്റെ ഈ ബോഡി പോലെ ഗെയിമിൽ ക്യാരക്ടർ ഉണ്ടാവും, അതറിയാലോ. അപ്പോൾ ഗെയിമിൽ ഓരോ ക്യാരക്ടറിനും ഓരോ ഡ്രസ്സും ഓരോ ഇതെല്ലാം ആയിരിക്കും. അപ്പോൾ എൻ്റെ ക്യാരക്ടർ, സായിപ്പിനൊരു ക്യാരക്ടർ, ഈഗിളിനൊരു ക്യാരക്ടർ, നമ്മളാ അങ്ങനെ ഗെയിം ഒരുമിച്ച് കളിക്കുമ്പോഴുള്ള ഒരു സംഭവമില്ല. പണ്ടത്തെ എല്ലാം എടുത്ത് നോക്കുമ്പോൾ ഇപ്പം ഭയങ്കര നൊസ്റ്റാൾജിക് ആണ് അതെല്ലാം. ഓക്കെ. ഓക്കെ. അപ്പം തൊപ്പി ഒരിക്കൽ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് പോലീസ് വന്ന ഡോറ് പൊളിച്ച് ഒരു അത് കുറേ ആയില്ല, ഇൻസിഡന്റ് ഉണ്ടായി. 2-3 വർഷം അല്ല 3 വർഷം മുന്നേ എനിക്ക് തോന്നുന്നു തൊപ്പി അതിനെപ്പറ്റി എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. അതെന്ന് വെച്ചാൽ ആ സമയത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നെ കൂടുതൽ പുറത്തുനിന്ന് ഗെയിമേഴ്സ് അല്ലാണ്ട് പുറത്ത് ആൾക്കാർ അറിഞ്ഞത് അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ കേസ് വന്ന് പോലീസ് പിടിച്ചു എന്നിട്ട് ഇപ്പോൾ ഈ ഇടക്ക് വേടനെ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എല്ലായിടത്തും അത് എത്തിയില്ലേ. അതുപോലെ പോലീസ് പിടിച്ചാൽ ഭയങ്കര പബ്ലിസിറ്റി. പോലീസ് പിടിച്ചാൽ ഭയങ്കര, എൻ്റെ ആ സമയത്ത് ഭയങ്കര എനിക്ക്, അതായത് ആ സമയത്ത് എനിക്ക് കുട്ടികൾ മാത്രമേ എനിക്ക് ഓഡിയൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം എനിക്ക് ഈ മുതിർന്ന ആൾക്കാർ ഓഡിയൻസ് വന്നത് എന്നെ പോലീസ് പിടിച്ചതിന് ശേഷം. അത് പക്ഷേ ഒരു കേസാണ്, അത് പറയാൻ കൊള്ളാത്ത വളിക്കേസ് എന്ന് പറയും, വളിക്കേസ്. അതായത് ഞാൻ മലപ്പുറത്തൊരു ഉദ്ഘാടനത്തിന് പോയി, അവിടെ ആ സമയത്ത് ഞാൻ ഭയങ്കര ക്രേസി മൈൻഡാണ്. എനിക്ക് എവിടെയും ആരോടും റെസ്പെക്റ്റ് ഇല്ല, എവിടെയും പോയി എന്തും വിളിച്ചു പറയാം, അങ്ങനത്തെ ഒരു മൈൻഡാണ്. അപ്പം അവിടെ അത്രയും ആൾക്കാർ കൂടി വെക്കുന്നിടത്ത് ഞാൻ വണ്ടീൻ്റെ മുകളിൽ കയറി നിന്ന് ഒച്ചത്തിൽ വളിപ്പാട്ട് പാടി. അതായത് ഒരു പാട്ട് പാടി. അതിൽ മീൻസ് ഈ വളി എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പം ആലോചിക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പരിപാടിയായിരുന്നു. പക്ഷെ അത്ര വലിയ തെറ്റൊന്നും എനിക്കൊരു ക്രൈമായിട്ടൊന്നും എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. ഒരു ക്രൈമല്ല എന്തായാലും. പക്ഷേ എൻ്റെ മോനെ ആ സമയത്ത്, ഇപ്പം ഞാൻ ഇത് ചിരിച്ചുകൊണ്ട് പറയുന്നല്ലേ, ആ സമയത്ത് ഈ ഒരു വളി എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ എൻ്റെ വീട്ടിൽ വന്ന് വീടിൻ്റെ ഡോറ് തല്ലിപ്പൊളിച്ച് ഒരു 5-10 പോലീസുകാർ, 2 വണ്ടി പോലീസുകാർ പിടിച്ച് വലിച്ചയച്ച് കൊണ്ടുപോയി. ഞാൻ ലൈവായിരുന്നു ആ സമയത്ത്. എനിക്കറിയാം ഇവന്മാർ പണി തരാൻ വരുന്നത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ലൈവ് തുറന്നു വെച്ചു. ഞാൻ ഒരു തെറ്റും ചെയ്യാണ്ട് തന്നെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തോ കേസ് മറക്കാനോ വേറെ എന്തോ അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടാവും. അപ്പം അത് മുങ്ങുമല്ല ഇങ്ങനൊരു കേസ് വാർത്തയിലേക്ക് വരുമ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തോ പരിപാടിയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇത് മുൻകൂട്ടി കണ്ടിരുന്നു. അപ്പം ഡോറിന് സൗണ്ട് ഒച്ചപ്പാടും വെള്ളം കേട്ടപ്പോൾ തന്നെ ഞാൻ ലൈവ് ഓണാക്കി വെച്ച്. അങ്ങനെ പോലീസുകാർ വന്ന് ഒരു മഫ്തിയിൽ കുറച്ച് ആൾക്കാർ, അധികം ആൾക്കാരും യൂണിഫോം ഇല്ലാത്ത ആൾക്കാരാണ്. അല്ല, യൂണിഫോം ഉണ്ട്, ബൂട്ട്സ് ഉണ്ടായിരുന്നു, യൂണിഫോം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു 5-10 ആൾക്കാർ ഒരുമിച്ച് കയറി വന്ന്, അതിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടോ പുള്ളി, ഞാൻ പേര് പറയുന്നില്ല, മാൻ ഒരു തല്ലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ആ സമയത്ത് എൻ്റെ മുടി മറ്റേതായിരുന്നു, വലിയ ഡ്രെഡ് ലോക്സ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഇവർക്ക് എന്തോ എന്നെ ഒരു നികൃഷ്ട ജീവിയായിട്ട് തോന്നുന്നുണ്ടാവും. ഒരു പാറ്റയോ ഒരു കൂറയെല്ലാം പോലെ ഇങ്ങനെ 2 കൊമ്പലായിട്ട്. അപ്പോൾ ഇത് രണ്ടും പിടിച്ച് വലിച്ചിട്ടാണ് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത്. അതായത് എൻ്റെ ആ മുടി പിടിക്കാൻ നല്ല ഗ്രിപ്പാന്ന് തോന്നുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. അത് പിടിച്ച് വലിച്ച് വെച്ചിട്ടാണ് എന്നെ ജീപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ കുറേ തല്ലി, അവിടെ ഇട്ട് തന്നെ തല്ലി. അതായത് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അധികം പെരുമാറിയില്ല, അവിടെ ഇട്ടിട്ട് തന്നെ നല്ല തല്ലി പിടിച്ച് കൊണ്ടുപോയി. ഞാൻ അവിടെ നിന്ന് തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന പണ്ടത്തെ 3 കൊല്ലം മുന്നുള്ള വീഡിയോയിൽ എടുത്ത് നോക്കിയാൽ കാണാം. ഞാൻ ഇങ്ങനെ ഞൊണ്ടിയിട്ടാണ് നടക്കുന്നത്, കാലെല്ലാം പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പം ഞാൻ ചിരിച്ചിട്ട് പറയുന്നത് നോക്കണ്ട കേട്ടോ. ആ സമയത്ത് അത് ഭയങ്കര ട്രോമയായിരുന്നു. അതൊരു ആലോചിക്കുമ്പം തന്നെ ഒരു അവസ്ഥയാണത്. അങ്ങനെ എന്താ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു ദിവസം ഫുള്ള് അവിടെ സെല്ല്, പിന്നെ കുറേ ഇൻ്ററഗേഷൻ, അങ്ങനെ കുറേ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ജാമ്യത്തിൽ ഇറങ്ങി. ഇപ്പോഴാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നതെങ്കിൽ എനിക്കൊരിക്കലും അങ്ങനത്തെ സിറ്റുവേഷൻ വരില്ലായിരുന്നു. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ആരും അറിയില്ല, എനിക്ക് കണക്ഷൻസ് അല്ലെങ്കിൽ സീറോ, എനിക്ക് വക്കീലില്ല, ഒന്നുമില്ല. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയുന്നതിന് മുന്നേ അവരെന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി. മനസ്സിലായി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സമയത്താണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ആ ടൈമിൽ എനിക്ക് തന്നെ തോന്നിപ്പോയി, അയ്യോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താ, അങ്ങനെ എനിക്ക് തന്നെ തോന്നിപ്പോയി, ഞാൻ എന്തൊരു ക്രൈം ചെയ്തെന്നുള്ളൊരു തോന്നൽ വന്നുപോയി. പിന്നെയെന്ന് വെച്ചാൽ ഏറ്റവും ഒരു കോമഡി ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ഇതൊക്കെ കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞല്ലോ. ഇപ്പം കഴിഞ്ഞ ഒരു മാസം മുന്നോ 2 മാസം മുന്നോ ഞാൻ ഈ കല്ലൂർ സ്റ്റേഡിയത്തിൽ ഷട്ടിൽ കളിക്കാൻ പോകും. അപ്പം ഞാൻ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസ് ജീപ്പ് വന്ന് നിർത്തി. എന്നിട്ട്
അങ്ങനെ ഞാൻ വിചാരിച്ചു അടുത്ത എന്തോ ഇതായി സിനിമ വിചാരിച്ചിട്ട് നിൽക്കാം. അത് വന്നിട്ട് ഒരു 3-4 പോലീസുകാർ ഒരുമിച്ച് വന്ന് സെൽഫിയെല്ലാം എടുത്തിട്ട് പോയി. അത് ഭയങ്കര എനിക്ക് അത് ഭയങ്കര മെമ്മറബിൾ സംഭവം. നേരത്തെ എന്നോട് ചോദിച്ചില്ലേ ഈ ഫാൻ മൊമെന്റ്സിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള അതാണ് ഞാൻ ഓർത്തെടുക്കാൻ വിട്ടുപോയ കാര്യം ഇതാണ്.